ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടൊരു സ്ഥലത്ത് പോവുകയാണ്. വേറെ എവിടെയല്ല. നിങ്ങൾ കണ്ടാൽ കുറച്ച് പേർക്ക് പെട്ടെന്ന് മനസ്സിലാവും, പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും. ഞാനും ഇത് വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിയർ ബൈ ആണെങ്കിൽ കൂടി എനിക്ക് സമയം കിട്ടിയിട്ടില്ല പോകാനായിട്ട്. സമയമല്ല, അവസരം കിട്ടിയിട്ടില്ല പോകാനായിട്ട്. സോ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല കേട്ടോ. പക്ഷെ ഡ്രോൺ വീഡിയോയിലൊക്കെ ഒരുപാട് ഭയങ്കര കാണുമ്പോൾ നമുക്ക് എൻ്റെ മുന്നേ ഇത് നമ്മുടെ എവിടെയാതെന്ന് ചോദിക്കുന്ന സ്ഥലമുണ്ട്. അതാണ് കടമ്പക്കുടി എന്ന് പറയുന്നത്. മുന്നേ ഞങ്ങൾ കടമ്പക്കുടിക്ക് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പേള വരെ എത്തി സ്റ്റോപ്പായിപ്പോയി. ഗൂഗിൾ മാപ്പിൻ്റെ ഓരോ കടകളിൽ ചില സമയത്ത്. അതുകൊണ്ട് വയറ്റിൽ വെള്ളത്തിലൊന്നും വീണില്ല, പേള വരെ എത്തി സ്റ്റോപ്പായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സമയം അവിടേക്ക് ഇരുട്ടൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഒന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോന്നു. പിന്നെ വേറൊരു ദിവസമാണ് ഇപ്പോൾ കടമ്പക്കുടിക്ക് സ്റ്റാർട്ട് ചെയ്തത്. നല്ല മഴയുള്ള ദിവസമായി, നല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പോൾ നല്ല വൈബാണ്. കണ്ടറിയാൻ നിങ്ങൾക്ക് അതിൻ്റെ ബ്യൂട്ടി. സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബ്യൂട്ടി കാണാൻ പറ്റും. ഡ്രോൺ വീഡിയോസ് അടിപൊളിയായിരിക്കും. പിന്നെ നല്ല ക്ലൈമറ്റാണ്. പിന്നെ ഇഷ്ടം പോലെ ഫുഡും, സ്ട്രീറ്റ് ഫുഡ് എൻജോയ് ചെയ്യുമ്പോഴവർക്ക് ഇങ്ങോട്ട് വരാം. ഞങ്ങൾ അവിടെ നിന്നൊരു കപ്പയും ബീഫും, ഞാൻ ബീഫിൻ്റെ ആളായതുകൊണ്ട് കപ്പയും ബീഫും വളരെ റീസണബിളാണ് കേട്ടോ. ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ച പ്ലേറ്റാണത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കഴിക്കുന്ന കണ്ടപ്പോൾ ഇവനും വേണം, പക്ഷേ ഞാൻ കൊടുത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ പിന്നാലെ വന്നാലോ, അതുകൊണ്ട് കൊടുത്തില്ല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. പിന്നെ അത് ഞങ്ങൾ സ്പെഷ്യൽ മസ്ക ബൺ ആൻഡ് ചായ. നമ്മൾ ഉദ്ദേശിച്ച കപ്പിൾസിൻ്റെ ചായ കപ്പിളുടെ കിട്ടിയില്ലെങ്കിലും ഇതും ഏതോ ഒരു കപ്പിളാണ്, അവരുടെ വെച്ച് ഞങ്ങൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഒറിജിനൽ ചായ കപ്പിളിൽ നമ്മൾ പോയി കഴിക്കണം. അവിടെ ക്യൂ നിൽക്കണമെങ്കിൽ കുറച്ച് ക്ഷമയൊക്കെ വേണേ. സമയം കിട്ടിയിട്ടില്ല, പോവാം. ഇത് കഴിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ആവറേജ്. എനിക്കറിയില്ല ഒറിജിനൽ ടേസ്റ്റ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം എന്താണ് ഇതിന് ഇത്രമാത്രം സ്പെഷ്യൽ എന്ന്. ഈ ബൺ മസ്കയ്ക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ഇവിടെ തന്നെ ഞങ്ങൾ കടമ്പക്കുടി പോയപ്പോൾ തന്നെ ഒരു 3-4 പേര് ഇത് ചെയ്യുന്നുണ്ട്. ആസ് എ ഗുഡ് തന്നെയാണ് കേട്ടോ. ആസ് എ കപ്പിൾ ഒരു ബിസിനസ് ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് എപ്പോഴും. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വിശന്ന് തുടങ്ങി. പിന്നെ ഇനിയിപ്പോൾ മഴയും വരുന്നുണ്ട്. ഇവിടെ നിൽക്കണേക്കാട്ടി നല്ലത് പതുക്കെ തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ആടിപ്പാടി കാറ്റൊക്കെ കൊണ്ട് കുറേ കപ്പിൾസിനെയൊക്കെ കണ്ട്. നമ്മൾക്കൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ. അതൊക്കെ കണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ അറിയാലോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇത് ആക്ച്വലി ഞങ്ങൾ കയറുന്നത് മഴ പെയ്തു, ഭയങ്കരമായിട്ട് മഴ പെയ്തപ്പോൾ കയറുന്നത്. നല്ല മരങ്ങളാണ്, ഭയങ്കര വലിയ മരങ്ങളാണ്. വീഡിയോ എടുക്കുമ്പോൾ സൂക്ഷിക്കണേ. കുറേ കപ്പിൾസ് അവിടെ ഉണ്ട്. നമ്മൾ വീഡിയോ എടുത്ത് ഇനി അവസാനം പണി കിട്ടിയാലോ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്ന് കാലൊക്കെ ആട്ടി നമുക്ക് ചുമ്മാ ഇരുന്നാൽ മതി, ഓടിക്കാൻ വേറെ ആളുണ്ടല്ലോ. അവിടെ നിന്ന് പിന്നെ പതുക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ ഒരു സിനിമ കാണാൻ പോകുന്നുണ്ടായിരുന്നു. വീക്കെൻഡല്ലേ. എക്കോ അടിപൊളി മൂവിയാണ് കേട്ടോ. അത് കാണാൻ പോയി. അത് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇത്രയേ ഉള്ളൂ. ബൈ.